യുഎഇയിൽ നിന്ന് വിവിധ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകളിൽ ഇന്നും വ്യാപകമായ റദ്ദാക്കലുകളും സമയക്രമ മാറ്റങ്ങളും തുടരുന്നു. കുവൈറ്റ്, ബഹ്റൈൻ ഉൾപ്പെടെയുള്ള റൂട്ടുകളിലെ നിരവധി സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. അതേസമയം പ്രാദേശിക സംഘർഷാവസ്ഥ തുടരുന്നതിനാൽ യുഎസ്, ബ്രിട്ടൻ, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ പൗരന്മാർക്ക് യാത്രാ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകി. പശ്ചിമേഷ്യ വീണ്ടും അതീവ അപകടകരമായ ഒരു വഴിത്തിരിവിലാണ് ഇപ്പോഴുള്ളത്. ദിവസങ്ങൾക്കുള്ളിൽ ഒത്തുതീർപ്പിലാകുമെന്ന് കരുതിയിരുന്ന അമേരിക്ക ഇറാൻ സംഘർഷം ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളെ ബാധിക്കാവുന്ന തരത്തിലേക്കാണ് വ്യാപിക്കുന്നത്. അതായത് അമേരിക്കയ്ക്ക് സൈനിക പിന്തുണ നൽകുന്ന രാജ്യങ്ങൾക്കും പ്രത്യാക്രമണങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നത്. ഇത് കൂടുതൽ ആശങ്ക ശക്തമാക്കിയിരിക്കുകയാണ്. പ്രധാനമായും ഈ സംഭവവികാസങ്ങൾ പശ്ചിമേഷ്യയുടെ അതിർത്തികൾക്കപ്പുറം ആഗോള സമ്പദ് വ്യവസ്ഥയെയും ഊർജ്ജ സുരക്ഷയെയും വ്യോമഗതാഗതത്തെയും അന്താരാഷ്ട്ര സ്ഥിരതയും ബാധിക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. അതിനിടയിൽ ഇപ്പോഴിതാ വീണ്ടും താറുമാറായി യുഎഇയിൽ നിന്ന് വിവിധ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ. വ്യാപകമായ റദ്ദാക്കലുകളും സമയക്രമ മാറ്റങ്ങളും ഇന്നും തുടരുകയാണ്. എമിറേറ്റ്സ്, ഇത്തിഹാദ് എയർവേസ്, ഫ്ലൈ ദുബായ്, എയർ അറേബ്യ തുടങ്ങിയ വിമാന കമ്പനികൾ കുവൈറ്റ്, ബഹ്റൈൻ ഉൾപ്പെടെയുള്ള റൂട്ടുകളിലെ നിരവധി സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. മാത്രമല്ല, യാത്രക്കാർ വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുന്നതിനു മുമ്പ് തങ്ങളുടെ വിമാനത്തിന്റെ നിലവിലെ സ്ഥിതിഗതികൾ പരിശോധിക്കണമെന്നും വിവിധ എയർലൈൻ അധികൃതർ അറിയിക്കുന്നു. ചെക്ക് ഇൻ, സുരക്ഷാ പരിശോധന, ഇമിഗ്രേഷൻ നടപടികൾ എന്നിവയ്ക്ക് കൂടുതൽ സമയം വേണ്ടിവരാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ നേരത്തെ എത്താനും നിർദ്ദേശമുണ്ട്. ഇത്തിഹാദ് എയർവേസ് സർവീസുകൾ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അബുദാബിയിലെ സയ്യിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ബഹ്റിനിലേക്കും തിരിച്ചുമുള്ള സർവീസുകൾ ജൂലൈ 23 മുതൽ 25 വരെ റദ്ദാക്കി. അബുദാബി കുവൈറ്റ്, കുവൈറ്റ് അബുദാബി സർവീസുകളും ജൂലൈ 26 വരെ റദ്ദാക്കിയിട്ടുണ്ട്. യാത്രക്കാർക്ക് SMS, ഇമെയിൽ വഴി ഈ അറിയിപ്പുകൾ ലഭിക്കുമെന്നാണ് ഇത്തിഹാദ് അറിയിക്കുന്നത്. അതേസമയം എമിറേറ്റ് സർവീസുകളും മാറ്റമുണ്ട്. ദുബായ്, കുവൈറ്റ് റൂട്ടുകളിലെ EK853, EK855, EK857, EK859 എന്നിവയും തിരിച്ചുള്ള EK854, EK856, EK858, EK860 സർവീസുകളും ജൂലൈ 25, 26 തീയതികളിൽ റദ്ദാക്കിയതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ദുബായ്, ബഹ്റൈൻ റൂട്ടിലും ജൂലൈ 25, 26 തീയതികളിൽ നിരവധി സർവീസുകൾ റദ്ദാക്കി. ദുബായ് അമൻ റൂട്ടിൽ EK903 സർവീസ് ഷെഡ്യൂൾ പ്രകാരം സർവീസ് നടത്തുമ്പോൾ EK905 റദ്ദാക്കിയതായുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. അതായത് ഇപ്പോൾ തിരിച്ചുള്ള ചില സർവീസുകളിലും വലിയ മാറ്റങ്ങൾ പ്രകടമാണ്. യാത്രക്കാർ യാത്രയ്ക്ക് മുമ്പ് വിമാനത്തിന്റെ സ്റ്റാറ്റസ് കൃത്യമായി പരിശോധിക്കണമെന്നാണ് എമിറേറ്റ്സ് പറയുന്നത്. അതേസമയം ഫ്ലൈ ദുബായ് സർവീസുകൾ ദുബായ് ബഹ്റൈൻ റൂട്ടിൽ FZ029 സർവീസ് റദ്ദാക്കിയിട്ടുണ്ട്. അതേസമയം മറ്റ് ചില സർവീസുകൾ നിശ്ചയിച്ച സമയത്തോ വൈകിയോ സർവീസ് നടത്തും. എയർ അറേബ്യ സർവീസുകളിലും മാറ്റമുണ്ട്. അബുദാബി കുവൈറ്റ്, ഷാർജ കുവൈറ്റ്, ഷാർജ ബഹ്റൈൻ റൂട്ടുകളിലെ നിരവധി സർവീസുകൾ 25, 26 തീയതികളിൽ റദ്ദാക്കി. ചില സർവീസുകൾ ഇതുവരെ പുറപ്പെട്ടിട്ടില്ലെന്നും കമ്പനികൾ അറിയിക്കുന്നു. അതായത് ചുരുക്കത്തിൽ നിലവിലെ സംഘർഷാവസ്ഥ കാരണം US, ബ്രിട്ടൻ, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾക്കും അവരുടെ പൗരന്മാർക്ക് യാത്രാ ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. വിമാന റദ്ദാക്കലുകൾ, വ്യോമപാത അടച്ചിടൽ, യാത്രാ തടസ്സങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ എയർലൈനുകളിൽ നിന്ന് നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കണമെന്നും അധികൃതർ പറയുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.